മറ്റാരുണ്ട് LDF അല്ലാതെ? കേരളം 5ാം നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താനിരിക്കെ ഡീൽ ആരോപണവും സ്വർണ്ണക്കൊള്ള വിഷയവും ഉയർത്തി പ്രചാരണത്തിൽ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. BJPയും CPMുമായി ബന്ധമുണ്ടെന്ന് ജനത്തിന് തന്നെ അറിയാം. ഇടതുപക്ഷത്തെ മുന്നോട്ട് നയിക്കുന്നത് വർഗീയതയുടെ അദൃശ്യകരമാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. SDPI, PDP, RSS പിന്തുണകളിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. കോൺഗ്രസ് BJP ഡീൽ മറച്ചുവെക്കാനാണ് CPMനെതിരെ ഡീൽ ആരോപിക്കുന്നതെന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ UDFനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വെല്ലുവിളിക്കുകയാണ്. Everybody in Kerala can see that there is a relationship now between the BJP, RSS and the left front, CPM. There are two types of leaders in the left front. There are opportunistic leaders who want to come to power at any cost, will do anything to come to power, and who are very upset at what is happening to their party. Wholesale attack is taking place on minorities in the country. Two nuns from here are attacked in Chhattisgarh, and the Prime Minister has a partnership, Chief Minister has a partnership with the people who are doing this. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയ മുഖ്യമന്ത്രി ഇപ്പോൾ SDPയുടെ പിന്തുണയെക്കുറിച്ചും PDPയുടെ പിന്തുണയെക്കുറിച്ചും RSSന്റെ പിന്തുണയെക്കുറിച്ചും മൗനമാണ് പറയാൻ. ഒന്നും പറയാനില്ല. SDPI തീവ്രവാദ സംഘടനയാണെന്ന് CPM പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ച അവരുമായി കൂട്ടുചേർന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത്. കാപട്യമോ നിന്റെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ്. പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവരവിടെ. പിന്നെ എന്തു പാർട്ടി കോൺഗ്രസ് ആണ്? ഡീലിന്റെ ഭാഗമായിട്ടോ അല്ലാതെയോ കൈമാറി കിട്ടിയിട്ടാണ് RSSകാരനായ ഒരു BJP നേതാവ് തിരുവനന്തപുരത്ത് നേമത്ത് നിന്ന് അസംബ്ലിയിലേക്ക് വന്നതെന്നുള്ളതും അറിയാം. UDFന്റെ 85,000 വോട്ട് കുത്തനെ അവിടെ കുറഞ്ഞപ്പോൾ, അത് UDFന്റെ സിറ്റിംഗ് സീറ്റാണ് തൃശ്ശൂർ. ആ 85,000 വോട്ട് കുറഞ്ഞപ്പോഴാണ് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP നേതാവ് അവിടെ ഒന്ന് ജയിച്ചത്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ. അപ്പോൾ അതുപോലുള്ള ചില ഏർപ്പാടുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മറച്ചു പിടിക്കാനാണ് CPM BJP ഡീൽ എന്നുള്ള ആക്ഷേപം ഇവരുന്നയിക്കുന്നത്. മതനിരപേക്ഷ മനസ്സുള്ള കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരു സംശയം ജനിപ്പിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ച്. അവർ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വർഗീയ വിഭാഗമാണോ? പറയട്ടെ, അല്ലാന്ന് പറയട്ടെ. ഇല്ല, പറഞ്ഞത് ഉരുണ്ടു, പറഞ്ഞത് അവിടെ നിന്നില്ല. കോൺഗ്രസ് അങ്ങനെ തോന്നുമ്പോൾ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് പറയണം. ഞങ്ങൾ വർഗീയവാദികൾ ഒരുപാട് ഒപ്പം ചേർന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ പറയട്ടെ. റോഷിപാൽ വീരങ്ങളുമായി. റോഷിപാൽ, ഡീൽ ആരോപണം വിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു എന്ന് കരുതുമ്പോഴാണ് വീണ്ടും ഡീലിലേക്ക് തിരിച്ചെത്തുന്നത്. അതിൽ രാഹുൽ ഗാന്ധി രൂക്ഷമായി തന്നെ BJP CPM ബന്ധം ആരോപിക്കുകയാണ്. ഇപ്പോൾ SDPI, ജമാഅത്തെ ഇസ്ലാമി വിഷയങ്ങൾ വീണ്ടും CPM കോൺഗ്രസ് പോരിലേക്ക് നയിക്കുകയാണോ? ഇതിൽ വ്യക്തത ആർക്കൊക്കെയുണ്ട്? സ്മൃതി, തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തെ ഡീൽ വിവാദം ഇളക്കി മറിക്കുകയാണ്. ഡീൽ വിവാദം ആളിക്കത്തിക്കാൻ വീണ്ടും കോൺഗ്രസ് തീരുമാനിക്കുന്നു. BJP RSS ബന്ധം CPMനെതിരെ കോൺഗ്രസ് ഉയർത്തും. രാഹുൽ ഗാന്ധി തന്നെ ആരോപണമായി ഉന്നയിക്കുമ്പോൾ പ്രതിരോധം തീർക്കുന്നത് വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചാണ്. ഈ തവണ SDPI ബന്ധവും കൂടി ചർച്ച ചെയ്യാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട്. ഏതായാലും അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ് അവസാന നിമിഷം കേരളത്ത് തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയായി മാറുന്നത്. ഇനി ഏതാണ്ട് 3 ദിവസം മാത്രമാണ്. ഇന്നുകൂടി ചേർത്ത് കഴിഞ്ഞാൽ 4 ദിവസമാണ് പരസ്യപ്രചാരണം അവസാനിക്കാൻ. ഈ 4 ദിവസവും ഏറ്റവും പ്രധാന ചർച്ചയാവുന്നത് എന്താണെന്ന് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും, വോട്ടിനെ സ്വാധീനിക്കുമെന്ന പൊതുവിലയിരുത്തലുണ്ട്. ഈ ഘട്ടത്തിലാണ് വീണ്ടും LDFനെതിരെ ഈ ഡീൽ വിവാദം, RSS BJP ബാന്ധവം ഉയർത്തുന്നത്. അവിടെ പഴയ ഇവിടെ നേമത്ത് BJP വിജയിച്ചത് കോൺഗ്രസിന്റെ സഹായത്തോടെയാണെന്ന് അടക്കമുള്ള ആരോപണം ഉയർത്തി CPM പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. അതിനൊപ്പമാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി UDF കൂട്ടുകൂടുന്നു എന്ന ആക്ഷേപം കൂടി ഉയർത്തുന്നത്. ഏതായാലും ഇനിയും ആരോപണങ്ങൾ വരും. അതിനെ പ്രതിരോധിക്കാൻ LDF ശ്രമിക്കുകയും ചെയ്യും. ഇനിയുള്ള മണിക്കൂറുകൾ കലുഷിതമാകുന്നത് ഈ ഡീൽ ആരോപണം, അവിശുദ്ധ കൂട്ടുകെട്ടുകൾ മാത്രമായിരിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. സ്മൃതി, ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.